ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ബിഗ് ബോസ് സീസൺ 6 വരികയാണ്. 6ന് മുമ്പ് നമുക്കൊന്ന് സീസൺ 2ലേക്ക് പോയാലോ? സീസൺ 2 അല്ലേ? സീസൺ 2 രജിത്ത് എന്ന രാജാവ് ഉണ്ടായ സീസൺ. രജിത് സാറ് ഒരു സൂപ്പർ കളി കളിച്ചു, ഒരു പ്ലേ കളിച്ചു, ജനങ്ങളെയൊക്കെ കയ്യിലെടുത്ത ഒരു വിക്ടിം പ്ലേയിലൂടെ ജനങ്ങളെയൊക്കെ കയ്യിലെടുത്ത സമയം. അതിനകത്ത് നിൽക്കുന്ന ഓരോ ആൾക്കും രജിത് സാറിന്റെ ഫ്യൂഡോ സയൻസിനെയും അതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെയും എതിർക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാതിരുന്ന സമയം. ആ സമയത്താണ് നമ്മൾ പ്രേക്ഷകർ ആര്യ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ മത്സരാർത്ഥിക്ക് ഒരു നാമം ചാർത്തി കൊടുത്തു. വിഷമെന്ന്, പാമ്പെന്ന്, രാജവെമ്പാലെന്ന്. ആ ഷോ ഏതാണ്ട് 75ാമത്തെ ദിവസം കൊറോണ മൂലം നിർത്തിവെക്കുകയും മത്സരാർത്ഥികൾ തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്തു. നാട്ടിൽ വന്നിട്ടും ആരെയും വെറുതെ വിടാൻ ഈ ആരാധക കൂട്ടം തയ്യാറായില്ല. അവർ സൈബർ ഇടങ്ങളിൽ ബുള്ളിങ് ആരംഭിച്ചു. അതിഭീകരമായ സൈബർ അറ്റാക്കിങ്ങുകളായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. ഓരോ മത്സരാർത്ഥിയെയും, അതിൽ മഞ്ജു പത്രോസിനെയും ആര്യനെയും ഫുക്രുവിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യലായിരുന്നു രണ്ടാമത്തെ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണാൻ സാധിച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു. അതിനുണ്ടായ ഒരു അനുഭവം, അതിനുശേഷം ഉണ്ടായ ഒരു അനുഭവം ആര്യ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ശ്രീകണ്ഠൻ നായരുടെ 1 കോടി എന്ന് പറയുന്ന ഷോയില് ആര്യ ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആയി വരികയാണ്. കാരണം ആര്യക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫോണിലൂടെ ഒരു കോൾ വന്നതൊക്കെ ചർച്ച ചെയ്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ആര്യ ഈ ഇതുകൂടെ ആ ഇന്റർവ്യൂവിൽ പങ്കുവെച്ചത്. ഇന്റർവ്യൂവർ ചോദിച്ചത് ആ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു കടന്നുപോയത് എന്നാണ്. അതിന് ആര്യ വളരെ വ്യക്തമായി മറുപടിയും പറയുന്നുണ്ട്. ആ മറുപടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ആര്യ അന്ന് പറഞ്ഞ മേര ജാൻ എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ ഫേമസ് ആയിരുന്നു. നമ്മൾ പല ആളുകളെ എന്തുകൊണ്ട് സംവിധായകനെ പോലും ജാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടായിരുന്നു. ആര്യക്കൊരു ഫ്ലാറ്റ് എന്ന് പോലും ബിഗ് ബോസിന്റെ പരിപാടിയെ മാറ്റി പറഞ്ഞ ആളുകളുണ്ട്. എന്തുകൊണ്ടായിരുന്നു രജിത് സാർ ഔട്ടായെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പോകാം. രേഷ്മ എന്ന് പറയുന്ന മത്സരാർത്ഥികളെ ഒരു ഗെയിമിനിടയിൽ കണ്ണിന് അസുഖം ബാധിച്ചിരിക്കുന്ന ആ സമയത്ത് മുളക് തേച്ചത് കാരണമാണ് ആ മത്സരത്തിൽ നിന്ന് ഔട്ടായതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ആര്യയുടെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുകയാണ്. നമുക്ക് കേൾക്കാം. അതെ, ആ സമയങ്ങൾ എങ്ങനെയാണ് കടന്നുപോയെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ് മനസ്സിൽ ചിന്തിച്ചു പോയത്? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മാനസിക? ഞാൻ റോളർ കോസ്റ്ററിലായിരുന്നു ലിറ്ററലി. ബിക്കോസ് എനിക്ക് പുറത്ത് നടക്കുന്ന എന്താണ് എന്നൊരു ഐഡിയ ഇല്ല. ഈ ഫോൺ കയ്യിൽ തരുന്നതിന് മുമ്പ് എന്റെ മോളിന്റെയും ഏഷ്യാനെറ്റിന്റെയും ടീം ഉള്ളില് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വന്നിട്ട് ഞാൻ ബിഗ് ബോസിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആള് വിജിത് നായർ, വിജിത് ഏട്ടൻ. അപ്പൊ അദ്ദേഹം അന്ന് ഞങ്ങളുടെ സീസണിൽ ബിഗ് ബോസിന്റെ ടാസ്ക് മാനേജർ ആണ്. ഈസ് ദ വൺ ഹൂസ് ഹാൻഡ്ലിംഗ് ദ ഹോൾ ഷോ. അപ്പൊ ഈ ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ പരിചയപ്പെട്ടു, അതെനിക്കറിയാവും. അപ്പൊ ആള് വന്നിട്ട് എന്നോട് വളരെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞു, സി പുറത്ത് എന്ത് വേണോ നടന്നോട്ടെ, ജസ്റ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ഇത് ഷോന്റെ ഭാഗമായിട്ട് മാത്രം കാണാം. ഇത് ആള് പറഞ്ഞത് ഇതൊരു സീസണൽ സാധനമാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇതങ്ങ് പൊക്കോളും. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. സോഷ്യൽ മീഡിയ ഒന്നും അധികം കയറരുത്, ഒന്നും ഓപ്പൺ ചെയ്യരുത്. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ഞാൻ പാനിക്കായി ചെറുതായിട്ട്. എന്താണ് അപ്പൊ എന്താ അറിയില്ല, എന്താണ് പുറത്ത്, ജസ്റ്റ് ഡോണ്ട് ബോദർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിജിത്തേട്ടനാണ് ഫസ്റ്റ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2-3 പേര് എന്നോട് വന്ന് ഇതേ കാര്യം പറയുന്നു. അപ്പൊ എനിക്ക് എന്താ സംഭവം എന്ന് അറിയുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ഫോണ് തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും ആളെടുക്കാത്തതും. അപ്പൊ മൊത്തത്തിൽ ഐ പാനിക്ഡ്. എനിക്ക് നമ്മൾ ഈ ബ്ലാങ്ക് ആവുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി. ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ. ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നത്. എന്റെ കുഞ്ഞിനെ പോലും ഞാൻ വിളിച്ചില്ല. ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുന്നു, ആളെ എടുക്കുന്നില്ല. റിങ് പോകുന്നുണ്ട്, എടുക്കുന്നില്ല. അവസാനം പാനിക് ആയിട്ട് ഞാൻ എന്റെ സിസ്റ്ററിനെയാണ് നെക്സ്റ്റ് വിളിക്കുന്നത്. എന്റെ സിസ്റ്ററിനെ വിളിച്ചു. വന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ തിരിച്ചു വരികയാണ്, ഷോ വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആള് എവിടെയാണ്? ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോ ഷീസ് ആണോ, എടുക്കുന്നില്ല, ഓക്കെ തിരക്കായിരിക്കും, ഞാൻ പറയാം, വിളിക്കാൻ പറയാം. അവളുടെ പറച്ചിലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. there was something wrong in the way she
അവൾ എന്നെ അപ്സെറ്റ് ആക്കണ്ട എന്നുള്ള രീതിയിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഉറപ്പിച്ചു സംതിങ് ടെറിബിളി റോങ് എന്നുള്ളത് എനിക്കത് ഉറപ്പായി. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇറ്റ് വാസ് എന്താ പറയാ, ഒരു ഭയങ്കര ഒരു എനിക്കറിയില്ല അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന്. ബ്ലാങ്ക് ആയിരുന്നു ഞാൻ. കുറെ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. എന്താണ് വൈ ഡിഡ്ന്റ് ഹി പിക്ക് അപ്പ് ദ കോൾ. എന്നിട്ട് അപ്പൊ തന്നെ ഫോൺ ഞങ്ങൾ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു. പിന്നെ എയർപോർട്ടിൽ പോകുന്ന സമയത്തെ അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടുള്ളൂ. അതുവരെയും ഞാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടില്ല. വി വെർ ഓൾ സിറ്റിംഗ് ദർ. ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക്. അടുത്ത ദിവസം രാവിലെ ഈ ഫോൺ വീണ്ടും എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ നമ്പറിലേക്ക് തന്നെയാണ്. എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല. ഒരു 4-5 പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ്ലി വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മേ ബി എന്റെ സിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ അതോ എന്റെ അസിസ്റ്റന്റിനോട് ഞാൻ വിളിച്ചു പറഞ്ഞ പുള്ളിക്കാരി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല, തിരിച്ചെനിക്ക് ഇങ്ങോട്ടൊരു കോള് വന്നു. പക്ഷെ ആ കോള് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്നെ എയർപോർട്ടിൽ വിട്ട ആളോടല്ല. ആ ഒരു എന്ന് വെച്ചാ ആ ഒരു സ്നേഹമില്ല, ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഇറ്റ് വാസ് എ വെരി കോൾഡ് കോൺവെർസേഷൻ. ഞാൻ ജാനാണ് വിളിക്കണേ. ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കാൻ ട്രൈ ചെയ്യാണ്, ഞാൻ ഉറങ്ങുമായിരുന്നു. ഇതായിരുന്നു ആളുടെ ഫസ്റ്റ് റെസ്പോൺസ്. ഇറ്റ് വാസ് ലൈക്ക് ഐസ് കോൾഡ് റെസ്പോൺസ്. പിന്നെ ആ കോൺവെർസേഷൻ വാസ് ഐസ് കോൾഡ്. എനിക്ക് മനസ്സിലായി അപ്പൊ തന്നെ സംതിങ് എന്തോ റോങ് ആണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബിക്കോസ് ഒരു കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇൻഫാക്ട് അത് കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കാരവനിൽ ഇരുന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം. കയറുന്നതിന് തൊട്ട് മുന്നേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യണം. അതിനു മുമ്പ് അവരൊരു 2 minutes തരും ഫാമിലിയിൽ വിളിച്ച് സംസാരിക്കാനായിട്ട് വീഡിയോ കോള്. അപ്പൊ ഞാൻ എന്റെ മോളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് കോള് വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഇയാളെയാണ് വിളിക്കണേ. ആൻഡ് ഞാൻ ലാസ്റ്റ് ഇയാളോട് സംസാരിക്കുമ്പോ ഹീസ് ക്രൈങ്. ആള് കരയുമായിരുന്നു. ആള് കരയുകയായിരുന്നു. ആ കരഞ്ഞ ആളെ മാറ്റി മറപ്പിക്കാൻ, ആ ജീവിതം തുലയ്ക്കാൻ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ രജിത് സാറിന്റെ ആർമിക്കായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് അറ്റാക്കിങ് ആയിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ആര്യ പെർഫോം ചെയ്യുന്ന രീതി, അവരുടെ ഒരു ഇതിനെ ഫുള്ള് നെഗറ്റീവ് ചെയ്ത് ഒരു 10 വട്ടം ഒരു സാധനം ഒരാളെ മുന്നിലേക്ക് എത്തി അയാൾ വിശ്വസിക്കും ഇങ്ങനെയാണ്. ആ രീതിയിലാക്കി തൊലച്ചത് ഈ ആർമി എന്ന് പറയുന്ന ടോക്സിക് കൂട്ടമാണ്. അവർ മാത്രമാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇത്തരം കഥകൾ ഒരുപാട് പേർക്ക് ഇത്ര ടോക്സിറ്റി ഫാൻസിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് പേർക്കുണ്ടാവും. അപ്പൊ അത് നമുക്ക് തുടർന്നും ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും ആര്യ ഈ പറഞ്ഞതിനൊപ്പമാണ് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.